പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പെൻഷൻ തുക കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം നമ്മുടെ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് മാസം നമുക്ക് 1600 രൂപയാണ് കിട്ടുന്നത്. ആ 1600 രൂപയുടെ ആ ഒരു എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലത്തെ സെമിനാറൊക്കെ യോഗങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടുന്നതാണ്. ഈ ഒരു സർക്കാർ ഭരണത്തിൽ വന്ന ആ ഒരു ടൈമിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പെൻഷൻ എമൗണ്ട് കൂട്ടുമെന്നുള്ളത്. എന്നാൽ ഇതുവരെയും അവർ ആ ഒരു ഭരണത്തിൽ നിന്നും ഇറങ്ങുന്ന ടൈമായിട്ട് പോലും നമുക്ക് ആ ഒരു പെൻഷൻ എമൗണ്ട് കൂട്ടിയിട്ടില്ല. അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് ഇതുവരെയും ആ ഒരു പെൻഷൻ എമൗണ്ട് ഒരു 100 രൂപ പോലും കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ അവർ കണക്കിലെടുത്തിട്ടാണ് ഇപ്രാവശ്യം അവർ ആ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആ ഒരു എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം പറഞ്ഞിരുന്നത് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് 100 രൂപ കൂട്ടുകയും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വീണ്ടും ഒരു 100 രൂപ കൂട്ടി അങ്ങനെ 1600 എന്ന് പറയുന്ന പെൻഷൻ തുക 1800 രൂപ ആക്കും എന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് ആദ്യം വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വരുന്ന ആ ഒരു റിപ്പോർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1600 രൂപയാണല്ലോ നമുക്ക് കിട്ടുന്ന ആ ഒരു പെൻഷൻ എമൗണ്ട്. ആ 1600 എന്ന് പറയുന്ന ആ ഒരു പെൻഷൻ എമൗണ്ട് 2000 രൂപയാക്കി കൂട്ടാം. അതായത് ഇപ്പോൾ കിട്ടുന്ന എമൗണ്ടിനേക്കാളും 400 രൂപ നിങ്ങൾക്ക് കൂടുതൽ തരുന്ന രീതിയിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേമനിധി പെൻഷൻ 1600 രൂപ മാറിയിട്ട് അത് 2000 രൂപ നമുക്ക് എല്ലാ മാസവും 2000 രൂപ എന്നൊരു രീതിയിൽ ഈ ഒരു പെൻഷൻ തുക എത്തുന്നതാണ്. പിന്നെ ഈ ഒരു പെൻഷൻ തുക ഒരുപാട് അനർഹരായിട്ടുള്ള ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്രാവശ്യം പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അനർഹരായിട്ടുള്ള ഒരുപാട് പേരെ മാറ്റിയതിന് ശേഷം അർഹരായിട്ടുള്ളവർക്ക് ഈ ഒരു പറയുന്ന 2000 രൂപ അവർക്ക് ആ ഒരു പെൻഷൻ എമൗണ്ടായിട്ട് എല്ലാ മാസവും കൊടുക്കുന്നതാണ്. അതായത് എന്ത് വന്നാലും ഇപ്രാവശ്യം ഈ ഒരു പെൻഷൻ എമൗണ്ടിൽ ഒരു ഇൻക്രിമെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. അതുമാത്രമല്ല ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നമുക്ക് 3200 രൂപയായിരിക്കും നമുക്ക് പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടുക. അതായത് ആ ഒരു മാസത്തെ 1600 രൂപയും അതോടൊപ്പം തന്നെ നമുക്ക് മുമ്പ് 5 മാസം ഒരു പെൻഡിങ് എമൗണ്ട് ഉണ്ടായിരുന്നല്ലോ, 5 മാസത്തെ പെൻഷൻ്റെ പൈസ നമുക്ക് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു 5 മാസത്തിൽ 4 മാസത്തെ പെൻഷൻ്റെ പൈസ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ ഒരു മാസത്തേത് മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. ആ പെൻഡിങ് ആയിട്ടുള്ള ഒരു മാസത്തെ പെൻഷൻ എമൗണ്ടും കൂടിയിട്ട് ഈ ഒരു ഒക്ടോബർ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു ദീപാവലി പ്രമാണിച്ച് നിങ്ങൾക്ക് 3200 രൂപയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ തുകയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് കൂടി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെൻഡിങ് ഒരു എമൗണ്ടും ഇല്ല. അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ രീതിയിലെ എമൗണ്ടും അവർ തന്നു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഉറപ്പായിട്ട് അവർ ഈ ഒരു ഇൻക്രിമെൻറ്റ് കൊണ്ടുവന്നിരിക്കും. കാരണം ജനങ്ങളുടെ സപ്പോർട്ട് അവർക്ക് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ എന്തായാലും അവർ ഈ ഒരു പെൻഷൻ തുകയിൽ കൂട്ടുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻക്രിമെൻറ്റ് കൂട്ടിയിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് 1800 രൂപയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ, മാക്സിമം നിങ്ങൾക്ക് 2000 രൂപ കിട്ടുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദീപാവലിക്ക് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ PM കിസാൻ സമ്മാന നിധി പ്രമാണിച്ചിട്ടുള്ള 2000 രൂപ നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടും. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു മാസം പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപയ്ക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വീതമായിട്ടുള്ള 200, 400, 500 ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് ഈ ഒരു റിപ്പോർട്ട് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്